ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ശ്ലോകം 1. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വത്കരുണാങ്കുരാനിവ. പൃഥു ചക്രവർത്തിയുടെ പുത്രനാണ് വിജിതാശ്വൻ. പൗത്രനാണ് ഹവിർധാനൻ. പൗത്രപുത്രനാണ് ബർഹിഷത്ത്. വളരെ യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ബർഹിഷത്തിന് പ്രാചീന ബർഹിസ് എന്നൊരു പുതിയ പേരുണ്ടായി. പ്രാചീന അഗ്രങ്ങളായി എന്ന് വെച്ചാൽ കിഴക്കോട്ട് തല വരുമാറ് ബർഹിസുകളെ, അതായത് ദർഭപ്പുല്ലുകളെ ഭൂമിയിൽ മുഴുവൻ വിരിച്ചവൻ എന്നാണ് ആ വാക്കിനർത്ഥം. യാഗങ്ങൾക്ക് മഹാവേദിയിലാകെ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂമി മുഴുവൻ ദർഭപ്പുല്ല് വിരിച്ചവനത്രേ പ്രാചീന ബർഹിസ്. സമുദ്രപുത്രിയായ ശതദ്രുതിയാണ് പ്രാചീന ബർഹിസിന്റെ ധർമ്മപത്നി. ആ ശതദ്രുതിയിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാർ ജനിച്ചു. എല്ലാവർക്കും പ്രചേതസ് എന്നാണ് പേര്. ഭഗവാന്റെ കാരുണ്യം അങ്ങനെ തന്നെ രൂപമെടുത്ത് വന്നതാണോ എന്ന് തോന്നും പ്രചേതസ്സുകളെ കണ്ടാൽ. ഭഗവത് കാരുണ്യത്താൽ ലഭിച്ച സത്പുത്രന്മാർ ആയിരുന്നു അവരെന്ന് താത്പര്യം.